ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലത്തേക്കെല്ലാം ഒന്ന് പോകാനുണ്ട്. മെയിനായിട്ട് പോകേണ്ടത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഞാനും വാമിപ്പെണ്ണും കൂടെ സ്കൂട്ടി എടുത്തിട്ട് അവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു നിന്നേ. അന്നേരത്തിനും അവർ എല്ലാവരും കൂടെ വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കുട്ടിയോട് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. അങ്ങനെ അവരെ കണ്ടതേ ഞാൻ വേഗം വണ്ടിയുടെ അടുത്തേക്ക് പോയി. അന്നേരം വണ്ടിയിൽ നിന്ന് പിള്ളേർ വാമിപ്പെണ്ണേന്ന് പറഞ്ഞ് ഒച്ചത്തി വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ വേഗം ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങളുടെ വണ്ടി ഞാനൊരു കടയുടെ മുന്നിൽ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ വേഗം നടന്നു വന്നു. ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ വരുന്ന വീഡിയോ എടുത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പറയുന്നുണ്ട്, എടി ഒരു ഹായ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ 8ൻ്റെ പണി കിട്ടി. ചേച്ചിയുടെ ചെറിയ കുഞ്ഞതാ ഛർദ്ദിച്ചു. അവൾ എൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് എൻ്റെ മേത്ത് മൊത്തം അവൾ ഛർദ്ദിച്ചു. അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി അവിടുന്ന് ഫുള്ള് ഞങ്ങൾ വെള്ളമെല്ലാം എടുത്ത് കഴുകി കളഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി കേട്ടോ. എൻ്റെ ചെവിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ എല്ലാം കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പിന്നെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തൈറോയ്ഡ് ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്തു. പിള്ളേരാണെങ്കിൽ അടങ്ങിയിരിക്കുന്നേ ഇല്ല. അങ്ങനെ അവർക്കൊരു പാക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് അവരെ അങ്ങനെയല്ലോ അവിടെ ഇരുത്തി. അന്നേരം ഇതാ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ആക്കിയതുകൊണ്ട് കുറേ നമ്മളങ്ങ് രക്ഷപ്പെട്ടു. പിള്ളേർ ഇത് കണ്ടതേ പാഞ്ഞ് അതിലേക്ക് കയറി കളിക്കാൻ വേണ്ടി തുടങ്ങി. ഹോസ്പിറ്റലിൽ കിടന്ന് മൊത്തം ഒച്ചപ്പാടവും ബഹളമായിരുന്നു. മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുങ്ങളാണെങ്കിൽ ഒന്നും കേൾക്കുന്നുമില്ല. ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് ഐശാൽ ഹോസ്പിറ്റലാണ് കേട്ടോ. കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണേ. ഹോസ്പിറ്റൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അങ്ങനെ സമയം 1 മണിയായി. വിശന്ന് കുടൽ കരിയാൻ തുടങ്ങി. പിള്ളേരെ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നേയില്ല. ചേച്ചിയാണെങ്കിൽ കുറേ പോയിണ്ട് പറയുന്നു, വാടാ ഭക്ഷണം കഴിക്കാൻ പോവാടാന്നല്ല. അവനാണെങ്കിൽ ഒട്ടും കേൾക്കുന്നില്ല. അല്ലെങ്കിലും ഹോസ്പിറ്റലിലെല്ലാം പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോയാൽ നമ്മൾ മടുക്കുന്നതല്ലാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചു വാടാന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോയി ഫുഡെല്ലാം കഴിച്ചു. പിള്ളേർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ ചോറും കറിയുമാണ് കഴിച്ചത്. അങ്ങനെ വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഇതാ അടുത്തത് കിട്ടി. പിന്നെ അവരാണെങ്കിൽ ഈലിന്ന് ഇറങ്ങുന്നില്ല, ഒരേ കളി തന്നെ. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി. പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. പിള്ളേരുടെ പുറകെ നടന്ന് നമ്മളും അടുത്തൊരു പരുവായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ യാത്രയായിരുന്നേ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.